ഇല്ലാത്ത നുണകളും ഇല്ലാത്ത കഥകളും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടുപ്പിച്ച് മതകീയമായി വർഗീയമായി വേർതിരിക്കുക. ആ വേർതിരിവിന്റെ ഇടയിലൂടെ അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടകളെ നടപ്പാക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകാരികമായി അവരെ ഇങ്ങനെ വൈകാരികതയുടെ മേൽ ഉറപ്പിച്ചു നിർത്തിയിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രശ്നങ്ങളെയും, ജീവൽ പ്രശ്നങ്ങളെ മുഴുവനും അതിന്റെ പിന്നിലൂടെ മൂടിക്കളയാം. മറ്റു ചർച്ചകളൊന്നും വരരുത്. ഇവരെല്ലാ കാലത്തും വൈകാരികമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കൽ NRC, അടുത്തത് CAA, അതിനപ്പുറത്ത് ഹലാല്. ഓരോ ദിവസവും പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പിറകിൽ വ്യക്തമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള തത്വശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ ചുറ്റുപാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ, അലങ്കോലങ്ങൾ, സോഷ്യൽ മീഡിയകളിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങൾ, എത്ര മലീമസമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ നാട്, ഈ കേരളം, ഇന്നും ഇന്നലെയും ഒന്നും മുസ്ലിമീങ്ങളെ അറിയാൻ തുടങ്ങിയ നാടല്ല. കാലങ്ങൾ ഇത്രയും ഈ മണ്ണിൽ കടന്നു വന്ന പ്രവാചകരുടെ കാലം മുതൽ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് സഹിഷ്ണുതയുടെ വക്താക്കളായി കടന്നു വന്ന മുസ്ലിമീങ്ങൾ, ഈ രാജ്യത്തെ ഭരിക്കാൻ ഭാഗ്യം കിട്ടിയവരിൽ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളുണ്ട്. സഹിഷ്ണുതയോടെ ഇവിടെ എല്ലാവരോടും വർത്തിച്ചതിന്റെ ചരിത്ര വർത്തമാനങ്ങളെ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ കാണാറുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ആ മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും എല്ലാം അടങ്ങുന്ന വലിയൊരു സമൂഹം സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത്, ശാന്തിയോടെ അവരെല്ലാവരും താമസിക്കുന്ന ഇടത്ത് പരസ്പരം അവരെ തമ്മിലടിപ്പിക്കാൻ നുണക്കഥകൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ നടുത്തളത്തിൽ വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും വിത്ത് വിതറുന്നവരെ തീരുമാനമെടുത്ത് കൈകാര്യം ചെയ്യേണ്ടത്, തീരുമാനം കൈക്കൊണ്ട് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത്, നിയമപരമായി അവരെ നിയമപ്രകാരമുള്ള ശിക്ഷാവിധികൾ കൊടുത്ത് സമൂഹത്തിൽ അവർ വിതറുന്ന വിഷങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കടമയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ അത് ആലോചിക്കേണ്ട വിഷയമാണ്. വിശുദ്ധമായ ഇസ്ലാം ലോകത്തിന് സമ്മാനിച്ചതെന്താണ്? ഇന്ന് നടക്കുന്ന നുണപ്രചരണങ്ങളുടെ മുഴുവനും മറുപുറം എല്ലാ കാലത്തും സത്യത്തെ മാത്രം ലോകത്തോട് വിളിച്ചു പറഞ്ഞു വിശുദ്ധമായ ഇസ്ലാം വിളിച്ചു പറഞ്ഞ സത്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമായ ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ സത്യത്തിന്റെ സന്ദേശം എല്ലാ ജനങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. മനുഷ്യരെ, നിങ്ങൾ ഒന്നാണ്. നിങ്ങളുടെ ഉമ്മയും വാപ്പയും ഒരു പിതാവിൽ നിന്നും ഒരു മാതാവിൽ നിന്നും വന്നവരാണ്. നിങ്ങൾ പകുത്തുവെക്കപ്പെടേണ്ട മനുഷ്യരല്ല. ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻസാ. എല്ലാ തരത്തിലുമുള്ള വേർതിരിവുകളെ വിശുദ്ധമായ ഇസ്ലാം പൊളിച്ചു കളയുകയാണ്. ഇവിടെ എല്ലാ മനുഷ്യരും സമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഖ്യാപനമാണ്. മക്കത്തുൽ മുക്കറമയിൽ പ്രവാചകരുടെ പ്രഖ്യാപനമാണ്. ഓ മനുഷ്യ, നിങ്ങളൊന്നാണെന്ന് വിശുദ്ധ ഖുർആൻ. പേരും പെരുമകളും കൊണ്ട് നിങ്ങൾ വലിയവരാണെന്ന് ധരിക്കേണ്ടതില്ല. നിങ്ങളുടെ അരികിലൂടെ നടക്കുന്നവരെയൊന്നും നിസാരമായി നിങ്ങൾ ഗണിക്കേണ്ടതില്ല. നിങ്ങളാരാണ്? നിങ്ങളൊരു ഉമ്മയുടെയും ഉപ്പയുടെയും മക്കളാണ്. വിശുദ്ധ ഖുർആൻ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജബൽ ഖുബൈസിന്റെ താഴ്വാരത്ത് മക്കക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടിയിട്ട് അല്ലാഹു ഏകനാണ്, ആ അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ് ഞാനെന്ന് ഉദ്ഘോഷിക്കുന്ന കാലം മുതൽ അല്ല അതിനപ്പുറവും അറബികൾ ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളെ ലോകം നെഞ്ചേറ്റുന്നതിനും എത്രയോ കാലം മുമ്പ് നമ്മുടെ
തീരങ്ങളിൽ വന്നിറങ്ങിയ അറബികളെ സംബന്ധിച്ച് നമ്മുടെ നാടിന്റെ ചരിത്രം പറയുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ പുനർനിർമ്മാണം നടത്തുന്ന കാലത്ത് നല്ല തടികൾ തേടി അറബികളായ വ്യാപാരികൾ നമ്മുടെ തീരങ്ങളിൽ വന്നതിന്റെ ചരിത്രം നമ്മൾക്ക് പറയാനുണ്ട്. ആ സമയത്തെല്ലാം എല്ലാത്തിലുമുപരി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ആരംഭിച്ചു. മക്കത്തുൽ മുക്കറമ യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, വെളിച്ചത്തിന്റെ പർവ്വങ്ങളിലേക്ക് പ്രവാചകർ കൈപിടിച്ചു നടന്ന ആ കാലത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന കാലത്ത് മഹാനരായ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാരഥന്മാർ നമ്മുടെ കേരളത്തിന്റെ മണ്ണിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. കേരളം മുസ്ലിമീങ്ങളെ അറിയുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. മഹാന്മാരായ അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനബി അനുയായികളുടെ പാദമുദ്രകൾ പതിഞ്ഞ ഇടമാണ് നമ്മുടെ നാട്. ഇന്ത്യ രാജ്യത്തേക്ക് സ്വാത്വികരായ സൂഫി വര്യന്മാർ കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന അവരെല്ലാം സഹിഷ്ണുതയുടെയും സമാധാനത്തിന്റെയും വക്താക്കളായി ഈ രാജ്യത്തെ മുഴുവനും ചേർത്തു പിടിച്ചിട്ടുണ്ട്. മഹാന്മാരായി നമ്മുടെ മസാറുകളിൽ മറപ്പെട്ടു കിടക്കുന്നവരുടെ എല്ലാം അരികിലേക്ക് നിങ്ങൾ നോക്കൂ. നമ്മുടെ മുമ്പിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാന്യരായ ഔലിയാക്കളിൽപ്പെട്ടവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവർ. അവരുടെ മസാറിലേക്ക് ശാന്തി തേടി വരുന്നവർ ആരൊക്കെയാണ്? അതിലെല്ലാം മതസ്ഥരുമുണ്ട്. കാരണം അവർക്കറിയാം, മുൻഗാമികളിൽ നിന്ന് കേട്ട പരിചയമടക്കം ഈ മസാറിലേക്ക് കാരുണ്യം തേടി വന്നാൽ കരുണ തരാതെ മാറ്റി നിർത്തുന്ന ഇടമല്ല എന്ന് കേട്ടതുകൊണ്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും മറപ്പെട്ടു കിടക്കുന്ന മഹാരഥന്മാരുടെ മസാറുകളിലേക്ക് ജാതി മത ഭേദമന്യേ ഈ നാട്ടിലെ ജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. ആ മസാറുകളിൽ നിന്നുകൊണ്ട് അവരുടെ ആവലാദികൾ പറയാറുണ്ട്. കുറി തൊട്ടവരും കുരിശു വരച്ചവരും മഹാന്മാരുടെ മസാറുകളിൽ വന്ന് കരളുപൊട്ടി സങ്കടങ്ങൾ പറയാറുണ്ട്. ആ സങ്കടങ്ങൾ നിവർത്തി കിട്ടുന്ന നേരത്ത് സന്തോഷ സൂചകമായി പലപ്പോഴും പള്ളികളുടെ മുറ്റത്തേക്ക് അവർ ഓടി വരാറുണ്ട്. നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ്. നുണക്കഥകളുടെ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടിവിടെ മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോ മനുഷ്യഹൃദയങ്ങളെ ചേർത്തു പിടിച്ച മഹാരഥന്മാരുടെ മസാറുകളിൽ ആഘോഷങ്ങളുടെയും മനാഖിബുകളുടെയും ചീരണികൾ വിതരണം ചെയ്യുന്നതിന്റെയും ഉജീനം വിതരണം ചെയ്യുന്നതിന്റെയും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന്റെയും കൂടുതൽ ചിത്രങ്ങൾ പുറത്തു വരേണ്ട സമയങ്ങളാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ കാലത്തും നുണകളിലൂടെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദർശനങ്ങളെ ഊതിക്കെടുത്താൻ ഇവിടെ പല ആളുകളും എല്ലാ കാലത്തും വിവാദങ്ങൾക്കുമേൽ ഉയർന്നു നിന്ന മഹിതമായ ഇസ്ലാം നിങ്ങൾ നോക്കൂ. ക്രൈസ്റ്റ് ചർച്ച് എന്ന ന്യൂസിലൻഡിലെ പള്ളിയിലേക്ക് ഒരാൾ തോക്കുമായി കടന്നു ചെല്ലുന്നു. ന്യൂസിലൻഡിലെ പള്ളിയിൽ വെടിവെപ്പ് നടത്തിയിട്ട് 40ഓളം നിരപരാധികളായ മനുഷ്യർ മരിച്ചു വീണു. ആ മരിച്ചു വീണ മനുഷ്യർക്ക് ശേഷമാണ് ശരിയായ വിശുദ്ധ ഖുർആൻ എന്താണ്, ബാങ്ക് എന്താണ്, നിസ്കാരം എന്താണ് എന്ന് ന്യൂസിലൻഡിലെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ജനങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയത്, വിശുദ്ധമായ ഇസ്ലാമിനെ അടുത്തറിയാൻ തുടങ്ങിയത്. മഹാന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? മഹാന്മാരുടെ ജീവിതത്തിന്റെ ആശയങ്ങളുടെ, അവർ ലോകത്തോട് സംവദിച്ച ശൈലികളുടെ ലോകം നമ്മളോട് പറയുന്നത് കണ്ടില്ലേ? അവരുടെ ജീവിതം എത്രത്തോളം മറ്റുള്ള മതസ്ഥരെ ഉൾക്കൊണ്ടതായിരുന്നു. കുഞ്ഞായ മുസ്ലിയാരെന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. കുഞ്ഞായ മുസ്ലിയാർക്ക് ഒരു നൂൽമദ്ഹ് ഉണ്ട്. അങ്ങനെ ഒരു കാവ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുഞ്ഞായ മുസ്ലിയാർക്ക് ഒരു നൂൽമദ്ഹ് ഉണ്ട്. മഹാനരായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂൽ എന്ന വാക്ക് അത് തമിഴാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു. നൂൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എഴുതിയിട്ട് അതിന് പേര് കൊടുത്തത് നൂൽ മദ്ഹ് എന്നാണ്. അങ്ങനെയാണ് മൊയ്ൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടിൽ 12ഓളം ഭാഷകളുണ്ട്. ആധുനിക പാട്ടുകാരുടെ ഭാഷയല്ല, മൊയ്ൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ട് 12 ഭാഷകൾ. തമിഴും സംസ്കൃതവും അറബിയും മലയാളവും ചെന്തമിഴും തമിഴിന്റെ വകഭേദങ്ങളും എല്ലാം ചേർന്നതായി. അത്രയും ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു മൊയ്ൻകുട്ടി വൈദ്യർ. അതുപോലെ നൂൽമദ്ഹ് രചിച്ചിട്ട് മഹാനരായ കുഞ്ഞായി മുസ്ലിയാർ അത് ആദ്യം പാടിക്കൊടുത്തത് മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനായി. മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് കേട്ടത്. ആ മങ്ങാട്ടച്ചൻ എന്ന ഹൈന്ദവനാണ് സാമൂതിരിയോട് പറഞ്ഞത്, രാജാവേ
കുഞ്ഞായിനെന്ന നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗത്ത് തന്നെ ജീവിക്കുന്ന മുസ്ലിം പണ്ഡിതനായ മഖ്ദൂമിന്റെ ശിഷ്യനായ കുഞ്ഞായി മുസ്ലിയാർ, അയാളൊരു മനോഹരമായ കാവ്യം രചിച്ചിട്ടുണ്ട്. രാജാവേ, സാമൂതിരി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കുഞ്ഞായി മുസ്ലിയാർ വന്നു. മങ്ങാട്ടച്ചൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു കാവ്യം രചിച്ചെന്നൊന്നു പാടുമോ? മഹാനരായ കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് അറ്റു വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വർണ്ണനകളുടെ, പുകഴ്ചകളുടെ പാട്ടുകൾ സാമൂതിരിയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ ഓളം തല്ലുകയാണ്. അവിടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, എത്ര മനോഹരം, എത്ര മനോഹരം, വളരെ ഭാഷാ വൈഭവമുള്ളയാൾ. കുഞ്ഞായി മുസ്ലിയാരുടെ പാട്ടിങ്ങനെ അധികരിച്ചതിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലി, നൂൽമദ്ഹിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലി ചൊല്ലി തീരുന്ന ഉടനെ ഇരുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഹൈന്ദവനായ സാമൂതിരി രാജാവ് എഴുന്നേറ്റു. കുഞ്ഞായി മുസ്ലിയാർ എന്ന മുസ്ലിം പണ്ഡിതന്റെ അരികിലേക്ക് വന്നു. രണ്ട് കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു. കുഞ്ഞായി, എത്ര മനോഹരമായ വരികൾ! നിങ്ങളുടെ പ്രവാചകനെ പ്രകീർത്തിച്ചെഴുതിയ ഈ വരികളുടെ മനോഹാരിത എത്രയാണ്! ആ മദ്ഹ് പ്രസിദ്ധീകരിക്കാനുള്ള പണം നിങ്ങൾക്ക് വേണോ? എന്റെ ഖജനാവിൽ നിന്നു തരാം. ഹൈന്ദവനായ സാമൂതിരി രാജാവാണ് കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽമദ്ഹ് അച്ചടിച്ചു വിതരണം ചെയ്യാനുള്ള ആദ്യത്തെ സംഖ്യ നൽകിയത്. ഖജനാവ് തുറന്നിട്ട് പറഞ്ഞ ആവശ്യമുള്ളത് എടുത്തോ. നമ്മുടെ ഇടയിൽ മനുഷ്യത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രിയുടെയും ചരിത്രങ്ങളും ചിത്രങ്ങളും ഉണ്ട്. ഇന്നലകളിൽ നമ്മൾ പരസ്പരം സന്തോഷത്തോടെ ജീവിച്ചവരാണ്. ആ നമ്മളെ തമ്മിലടിപ്പിക്കാൻ, നമുക്കിടയിൽ വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാൻ, അതിന്റെ മറവിലൂടെ നമ്മൾ അനുഭവിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ മറച്ചുപിടിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി സമൂഹം പ്രതിരോധിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.